വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിലിനെ ഇഡി ചോദ്യം ചെയ്തേക്കും. വീണ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിൽ SFIOയിൽ നിന്ന് ഇഡി റിപ്പോർട്ട് തേടും. ഇതിനുശേഷം ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് നീക്കം. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, വീണയ്ക്ക് കുരുക്ക് മുറുകയാണ് ഈ ഒരു ഘട്ടത്തിലെന്ന് പറയാൻ സാധിക്കുമല്ലോ. കാരണം ED SFIOയുടെ അടുത്ത് വിവരങ്ങൾ തിരക്കിയിട്ടുണ്ട്, കൂടുതൽ റിപ്പോർട്ടുകൾ തേടുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. SFIO അന്വേഷണത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ECIR രജിസ്റ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SFIO കണ്ടെടുത്ത പ്രധാനപ്പെട്ട രേഖകളടക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നു. അങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിയത്. മാത്രമല്ല CMRLന്റെ ഉടമയുടെ വീട്ടിലടക്കം അന്വേഷണ സംഘം എത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനായിരുന്നു ശശിധരൻ കർത്തിയെ വിധേയമാക്കിയത്. ഒപ്പം തന്നെ നിരവധി ഡിജിറ്റൽ തെളിവുകൾ, ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും അടക്കമുള്ളവ ആ ദിവസങ്ങളിൽ പരിശോധിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘം. തുടർന്ന് മറ്റു ചില ആളുകളെ കൂടി ചോദ്യം ചെയ്തു. CMRLന്റെ ഉദ്യോഗസ്ഥരെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരുന്നു ED ഈ ഉദ്യോഗസ്ഥരെ വിട്ടയക്കുകയും ചെയ്തത്. അങ്ങനെ ഏതാണ്ട് അന്വേഷണം ശക്തമായി തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ SFIO അതിന്റെ കുറ്റപത്രമടക്കം സമർപ്പിച്ച് അന്വേഷണം പൂർത്തിയാക്കിയ ഘട്ടത്തിൽ SFIOയ്ക്ക് ലഭിച്ചിട്ടുള്ള ചില രേഖകൾ കൂടി പരിശോധിച്ച് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. മാത്രമല്ല വിജയനെ ഒരിക്കൽ കൂടി SFIO ചോദിച്ചതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. സമൻസ് നൽകി വിളിച്ചു വരുത്തിയായിരിക്കും കൊച്ചിയിലോ ഡൽഹിയിലോ വെച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ EDക്ക് നേരിട്ട് വീണ വിജയനിൽ നിന്ന് തേടേണ്ടതുണ്ട്. നിലവിൽ SFIO അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ED വീണയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുകൾ, കണ്ടെത്തിയ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കുരുക്ക് മുറുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ ED ചോദ്യം ചെയ്തേക്കും. വീണ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിൽ SFIOയിൽ നിന്ന് ED റിപ്പോർട്ട് തേടും. ഇതിനുശേഷം ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് നീക്കം. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.